3 മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കൂവെന്ന് ഡോക്ടർമാർ പോലും കരുതിയ പെൺകുട്ടി. 10 വയസ്സിനിടെ 9 ശസ്ത്രക്രിയകൾ. മൈലോ മെനിങ്കോസലെ എന്ന അപൂർവ രോഗം ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന് 2 വൃക്കകളും തകരാറിലായിട്ടും ഇന്ന് നൃത്തവേദികൾ കീഴടക്കാനുള്ള കുതിപ്പിലാണ് 13-കാരി ദുർഗപ്രിയ SP. നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ മാതാപിതാക്കളുടെ തണലിൽ എല്ലാവരെയും ഇന്ന് അമ്പരപ്പിക്കുകയാണ് പൂജപ്പുര MSS ഹിന്ദു മഹിളാ മന്ദിരം സ്കൂളിലെ 8ാം ക്ലാസ്സുകാരി. കലോത്സവ വേദികളിലും മറ്റ് നൃത്തവേദികളിലുമെല്ലാം മുട്ടിൽ കെഫോയിട്ട് നൃത്തം ചെയ്യുന്ന ദുർഗപ്രിയയെ കാണുമ്പോൾ കണ്ണ് നിറയുമെങ്കിലും തളർന്നിരിക്കാതെ മുന്നോട്ട് കുതിക്കാൻ എല്ലാവർക്കും അത് പ്രചോദനമാണ്. പുറത്തിറങ്ങാനിരിക്കുന്ന 2 സിനിമകളിലും ദുർഗ അഭിനയിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം വെള്ളറട കള്ളിമൂട് ഗിരിനിലയത്തിൽ പ്രസന്നകുമാറിന്റെയും ഷിജിയുടെയും 2ാമത്തെ മകളാണ് ദുർഗ. നട്ടെല്ലിന്റെ ഉൾഭാഗം പുറത്തേക്ക് തള്ളുന്ന അപൂർവ രോഗാവസ്ഥ കാരണം ജനിച്ച് 15ാം ദിവസം ആദ്യ ശസ്ത്രക്രിയ. പിന്നാലെ വൃക്കകൾ തകരാറിലാണെന്നും വീൽചെയർ അല്ലാതെ മറ്റൊരു ജീവിതം ഉണ്ടാകില്ലെന്നും എല്ലാവരും വിധിയെഴുതി. എന്നാൽ മകളെ വിധിക്ക് വിട്ടുകൊടുക്കാതെ മാതാപിതാക്കൾ രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിൽ എത്തിച്ചു. 1.5 വയസ്സിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ തുടർച്ചയായി 7 ശസ്ത്രക്രിയകൾ. ഒടുവിൽ 3ാം വയസ്സിൽ കെഫോയിൽ നടക്കാൻ തുടങ്ങി. അന്നു മുതൽ ടിവിയിൽ കാണുന്ന പാട്ടുകൾക്കൊപ്പം നൃത്തം ചെയ്യാൻ ദുർഗ താല്പര്യം കാട്ടി. ഇത് കണ്ട് മാതാപിതാക്കൾ 5ാം വയസ്സിൽ ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കാൻ ചേർത്തു. 5 വർഷത്തോളം നൃത്തം പഠിച്ചു. 10ാം വയസ്സിൽ നട്ടെല്ലിലെ വളവ് നിവർത്താനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വന്നതോടെ നൃത്തപഠനം നിലച്ചു. സ്വന്തമായുള്ള പരിശീലനം അവസാനിച്ചില്ല. ഡാൻസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, ഒരു പാട്ടിൽ, ഒരു ഹിന്ദി പാട്ടിൽ അവൾ സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ അതോടെ ഞാൻ മനസ്സിലാക്കുന്നവർക്ക് ഡാൻസിനോടാണ് താല്പര്യമാണ്. അങ്ങനെ ഡാൻസ് സ്കൂളിൽ ചേർക്കുന്നു. നമുക്ക് 3 വയസ്സോട്ടുള്ള ആഗ്രഹമായിരുന്നു ദിലീപ് അങ്കിളിനെ കാണണം എന്നൊക്കെ ഉള്ള ഒരാഗ്രഹം. ഭയങ്കര ദിലീപ് ഫാൻസാണ്. ദിലീപ് അങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ദിലീപേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവളുടെ ആഗ്രഹം പറഞ്ഞിട്ട് ദിലീപേട്ടൻ കാണാൻ വന്നിരുന്നു. പിന്നെ സിനിമയിൽ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇപ്പോൾ 2 സിനിമ ചെയ്തു. ഒന്ന് ഇറവൻ എന്ന് പറയുന്നത് ബിനുരാജ് കല്ലട സാറിൻ്റെ ഇറവൻ എന്ന് പറയുന്ന സിനിമയും അജിത്ത് പൂജപ്പുര സാറിൻ്റെ BT എന്ന് പറയുന്ന സിനിമയിലും വേഷം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. സിനിമയിൽ അഭിനയിക്കണം, ഡബിങ്, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് ആക്ച്വലി ഡോക്ടറാണ്. പറ്റുമെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കും. ഇരുന്നപ്പോൾ ചുമ്മാ പാട്ടിട്ട് ചേച്ചിമാരോടെ കളിച്ചതാണ്. അത് വീഡിയോ എടുത്ത് അങ്ങനെ. അത് പിന്നെ എൻ്റെ അമ്മ ഡാൻസ് സ്കൂളിൽ ക്ലാസിക്കൽ സിനിമാറ്റിക് ഞാൻ തനിയെ പഠിക്കും. വൃക്കയില്ല, കൂടെയുണ്ട് അമ്മ. 2 വൃക്കകളും തകരാറിലായതിനാൽ മലമൂത്ര വിസർജനം ചെയ്യാൻ ആകില്ല. 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡിംഗ് ട്യൂബിട്ട മൂത്രം പുറത്തെടുക്കണം. അതിനാൽ അമ്മ ഷിജി സ്കൂളിലും മകൾക്കൊപ്പമുണ്ടാകും. മരുന്നിന്റെ സഹായത്തോടെയാണ് മലവിസർജനം നടത്തുന്നത്. വിളപ്പിൽ പഞ്ചായത്തിലെ UD ക്ലർക്കായ അച്ഛൻ പ്രസന്നകുമാറാണ് എല്ലാത്തിനും കരുത്ത്. രാവിലെ മകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അമ്മ ഷിജി ജോലികൾ പൂർത്തിയാക്കും. മാമൻ ശിവനൊപ്പം സ്കൂട്ടറിൽ ദുർഗ സ്കൂളിലെത്തും. അമ്മയും ഒപ്പമുണ്ടാകും. BSSC വിദ്യാർത്ഥിയായ ചേച്ചി ദൈവപ്രിയയും ദുർഗയ്ക്ക് താങ്ങാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുന്ന ദുർഗയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി സ്കൂളിലെ അധ്യാപകരും ഒപ്പമുണ്ട്. ചികിത്സയ്ക്ക് 1 കോടി. കോഴിക്കോടുള്ള പ്രത്യേക കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിക്ക് മാസം 80,000 രൂപ വേണം. സാമ്പത്തിക പ്രതിസന്ധി കാരണം വേനൽ അവധിക്കാലത്ത് മാത്രമാക്കി തെറാപ്പി ചുരുക്കി. ഇതിനോടകം ശസ്ത്രക്രിയകൾക്ക് ഉൾപ്പെടെ 1 കോടിയിലധികം ചെലവായി. രാവിലെ എണീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ രാവിലെ എൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിലെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കുന്നപ്പോൾ അവളുടെ കാര്യം, ടോയ്ലറ്റ് പോകുന്നത് എല്ലാം സ്വന്തമായിട്ടൊന്നും പറ്റുന്നില്ല. എല്ലാം എൻ്റെ ഇതിൽ തന്നെയാണ്. പിന്നെ സ്കൂളിൽ അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് സ്കൂളിൽ ഒരു 8:45 സ്കൂളിൽ എൻ്റെ മാമനെ കൊണ്ടുവരാം. മാമന് ജോലിക്ക് പോകുന്ന ദിവസം ചിലപ്പോൾ ഓട്ടോയിലായിരിക്കും വരുന്നത്. അതിനുശേഷം സ്കൂളിൽ ഇവിടെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ യൂറിൻ എടുത്ത് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ സ്കൂളിൽ 2 മണിക്കൂർ ഗ്യാപ്പിട്ട് ചിലപ്പോൾ യൂറിൻ എടുക്കേണ്ടി വരും. ബാഗല്ല, യൂറിൻ ഫീഡിങ് ട്യൂബാണ്. അപ്പോൾ ഇട്ടെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ സ്കൂളിലുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. പിന്നെ അവൾ ബാക്കിയുള്ള വീട്ടിൽ പോയതിന് ശേഷം അവളുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാനൊക്കെ സ്വന്തമായിട്ട് തന്നെ ആരും നിർബന്ധിച്ച് പഠിപ്പിക്കാനൊന്നും കൊണ്ട് അവൾ തന്നെയായിരിക്കും സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഡാൻസിലോട്ട്
പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ കീബോർഡ് വയലിൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും പഠിപ്പിക്കാൻ വരുന്നില്ല, കാശിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കി അങ്ങനെ പഠിക്കും.